ചരിത്രത്തിൽ ആദ്യമായി ടേം വ്യവസ്ഥയില്ലാതെ തൃക്കാക്കര നഗരസഭ ഭരിക്കാൻ ഒരുങ്ങുകയാണ് UDF. എന്നാൽ നഗരസഭ രൂപീകരിച്ച ശേഷം ഒരു അധ്യക്ഷനും 5 വർഷം പൂർത്തിയാക്കിയിട്ടില്ല എന്നതും തൃക്കാക്കരയിലെ രാഷ്ട്രീയ കൗതുകമാണ്. ഇത്തവണയെങ്കിലും അതിന് മാറ്റമുണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് UDF-ഉം LDF-ഉം. വരുമാനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനത്തുള്ള നഗരസഭയാണ് ജില്ലാ ഭരണ കേന്ദ്രവും ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റിയും ഉൾപ്പെടുന്ന തൃക്കാക്കര. കൂറുമാറ്റവും കൂറുമാറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കലും തകൃതിയായി നടന്നിരുന്ന തൃക്കാക്കരയിൽ ഒരധ്യക്ഷനും 5 വർഷം തികച്ചു ഭരിച്ചിട്ടില്ല. 2010-ൽ നഗരസഭ രൂപീകരിച്ചതിനു ശേഷം 2025 വരെയുള്ള കാലയളവിൽ 17 പേരാണ് അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത്. 5 വർഷം തികച്ചു ഭരിക്കാൻ ഇത്തവണത്തെ ചെയർമാനെങ്കിലും കഴിയുമോ എന്നതറിയാനാണ് ഇനി കാത്തിരിക്കുന്നത്. ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. UDF-ന് ഒറ്റക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റ ചെയർമാനിൽ പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇതെല്ലാം എത്ര ചെയർമാൻമാർ വേണം തീരുമാനിക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. നിലവിൽ എന്നോട് തൃക്കാക്കര മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു. നാളെ എന്നോട് പാർട്ടി പറയുകയാണ് ചെയർമാൻ സ്ഥാനം നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സന്തോഷത്തോടു കൂടി മാറി നിൽക്കും. തൃക്കാക്കര നഗരസഭ UDF-ന്റെ ഉരുക്കുകോട്ടയാണ്. എങ്കിലും ഒരു അധ്യക്ഷനെ തന്നെ നിലനിർത്തി ഭരിക്കാൻ UDF-ന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പണക്കിഴി വിവാദം, അധികാരത്തിനായുള്ള പിടിവലി, അനധികൃത നിയമനം ഇങ്ങനെ നീളുന്നു തൃക്കാക്കര നഗരസഭയിലെ കഴിഞ്ഞ 5 വർഷത്തെ വിവാദങ്ങൾ. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട തർക്കം വേറെ. കൃത്യമായ മാസ്റ്റർ പ്ലാനോടുകൂടി എല്ലാ വെല്ലുവിളികളെയും മറികടക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് പുതിയ ഭരണസമിതി. LDF-ന് 18-ഉം 2020-ക്ക് 1 സീറ്റും തൃക്കാക്കര നഗരസഭയിലുണ്ട്. 5 വർഷത്തെ ഭരണകാലയളവ് പൂർത്തിയാക്കിയ ഒരു നഗരസഭാധ്യക്ഷനും ഇതുവരെ തൃക്കാക്കരയ്ക്കുണ്ടായിട്ടില്ല. കഴിഞ്ഞ 15 വർഷം കൊണ്ട് 15 നഗരസഭാധ്യക്ഷർ. ഇതാണ് തൃക്കാക്കരയുടെ ഇതുവരെയുള്ള ചരിത്രം. ഇക്കുറി അതിലൊരു മാറ്റമുണ്ടാകുമോ? കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും. തൃക്കാക്കരയിൽ നിന്നും ക്യാമറമാൻ മുഹമ്മദ് യഹിക്കൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.